ഹായ് ഓൾ. ജൂലൈ 1 LGS ലെവലിൽ ഒരു എക്സാം നടക്കുകയുണ്ടായി. അതിലെ കണക്കിലെ 20 ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത് നടന്ന എക്സാം എന്ന രീതിയിൽ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും 20 ചോദ്യങ്ങളും മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ തന്നെ എഴുതി നോക്കുക. നേരെ ചോദ്യങ്ങളിലേക്ക്. 1 - 2 + 3 - 4 + 5 അങ്ങനെ 100 വരെ. ഇവിടെ 100 വരെയുള്ള സംഖ്യകൾ എഴുതിയിരിക്കുന്നു. എല്ലാ ഒറ്റ സംഖ്യകൾക്ക് മുന്നിൽ പ്ലസ് ആണ്. ഒറ്റ സംഖ്യകളെല്ലാം കൂട്ടുന്നു. എവിടെ വരെ? 99 വരെയുള്ള ഒറ്റ സംഖ്യകൾ കൂട്ടിയിരിക്കുന്നു. ഇരട്ട സംഖ്യകളാകട്ടെ കുറച്ചിരിക്കുന്നു. എല്ലാ ഇരട്ട സംഖ്യകൾക്ക് മുന്നിൽ മൈനസ് ആണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇക്വേഷനുണ്ട്, 2 ഇക്വേഷൻ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ലോജിക്കൽ ബേസ്ഡ് ചെയ്യാം. ലോജിക്കൽ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യും നോക്കാം. ആദ്യത്തെ 2 ടേം എടുക്കുകയാണെങ്കിൽ 1-ൽ നിന്ന് 2 പോയാൽ -1. അതേപോലെ അടുത്ത 2 ടേം എടുത്താൽ 3-ൽ നിന്ന് 4 പോയാൽ -1. അങ്ങനെ ഇത് 100 വരെ റിപ്പീറ്റ് ചെയ്യും. 99-ൽ നിന്ന് 100 പോയാൽ -1. 1 മുതൽ 100 വരെ എഴുതിയിരിക്കുന്നു. അപ്പോൾ എത്ര സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ 100 സംഖ്യകൾ. അതിൽ നമ്മൾ ഓരോ പെയർ ഉണ്ടാക്കിയാണ്. ആദ്യത്തെ 2 സംഖ്യ ഒരു പെയർ, അടുത്ത സംഖ്യ അടുത്ത 2 എണ്ണം അടുത്ത പെയർ. അങ്ങനെ 2 സംഖ്യകളുടെ ഒരു പെയർ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ 50 പെയറുകളുണ്ട്. ഈ 50 പെയറുകളിലെയും ഓരോ പെയറിൻ്റെയും റിസൾട്ട് ക്രിയ ചെയ്യുമ്പോൾ -1 വരുന്നത്. അങ്ങനെ 50 തവണ -1 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 100 വരെ ചെയ്യുമ്പോൾ 50 തവണ -1 വരുന്നു. 50 പെയറുകൾ -1ൻ്റെ ചെയ്യുമ്പോൾ കിട്ടുന്നത് -50 ആണ്. ഓപ്ഷൻ ബി വരുന്നു, -50. ഇതിങ്ങനെ ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇക്വേഷൻ ബേസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഒറ്റ സംഖ്യകൾ മാത്രം എടുത്തെഴുതുക. 1 + 3 + 5 + 99 വരെ കൂട്ടിയിരിക്കുന്നു. അതൊരു സെറ്റ്. പ്ലസ് നടുക്ക് പ്ലസ് ഇട്ടു. -2 -4 -6 എക്സെട്ര -100 അതടുത്ത സെറ്റ്. ഇതിലെല്ലാത്തിലും മൈനസ് ഉണ്ട്. ആ മൈനസിനെ ഞാൻ പുറത്തെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ പ്ലസ് മൈനസായി മാറുന്നു. അപ്പോൾ 1 + 3 + 99 വരെ കൂട്ടിയത് -2 + 4 + 6 എല്ലാത്തിൽ നിന്നും മൈനസ് പുറത്തെടുക്കുന്നു. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എന്താ? 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. ഈ ബ്രാക്കറ്റിൽ 2 മുതൽ 100 വരെ ഉള്ള ഇരട്ട സംഖ്യകളുടെ തുക. ഇത് നമുക്കറിയാം. ഒറ്റ സംഖ്യകളുടെ 1 മുതൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആണ്. അതേസമയം ഇരട്ട സംഖ്യകളുടെ 2-ൽ തുടങ്ങുന്ന ഇരട്ട സംഖ്യകളുടെ അല്ലെങ്കിൽ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n + 2. ഇത് രണ്ടും അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക് ഇക്വേഷൻസ് ആണ്, നോക്കി വെക്കുക. ഈ 5ഉം ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ആണ്. ഇത് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക n × n + 1/2. അടുത്തത് സ്ക്വയറുകളുടെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്യൂബുകളുടെ ഇക്വേഷൻ, അതും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. 4-ാമത്തേതാണ് ഇപ്പോൾ നമ്മൾ എടുത്തെഴുതിയത്, n². ആദ്യത്തെ ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക എന്ന് പറയുന്നത് n². 5-ാമത്തെയാണ് അതിന് ശേഷം എഴുതിയത് n ഇവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് n ഇവൻ നാച്ചുറൽ നമ്പേഴ്സ് n × n + 1 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് തന്നെ വെക്കുക. ഇവിടെ n കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞു 1 മുതൽ 100 വരെ എത്ര സംഖ്യകളുണ്ട്? 100 സംഖ്യകൾ. അതിൽ തന്നെ 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളും. അങ്ങനെയാണ് വരുന്നത്. ഇനി അത് കണ്ടുപിടിക്കാൻ ഫോർമുല വേണമെങ്കിൽ അതും ചെയ്യാം. n കാണാനുള്ള ഫോർമുല ലാസ്റ്റത്തെ ഡിജിറ്റ് മൈനസ് ആദ്യത്തേത് ഫസ്റ്റ്
ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം, ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം +1. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് n കണ്ടുപിടിക്കാം. അത് ചെയ്യേണ്ട, ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം. 1-ൽ തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് 1 മുതൽ 100 വരെ 100 സംഖ്യകളും അതിൽ 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളാണെന്നും അറിയാം. നേരെ ചെയ്യാം. ഈ 1-ൽ ആരംഭിക്കാത്ത ഘട്ടത്തിൽ ഈ ഇക്വേഷൻ ഇട്ട് n കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ n² ആണ് ഇതിൻ്റേത്. ഇവിടെ എന്ന് പറയുമ്പോൾ n × n+2. ഇത് രണ്ടും മൈനസ് ചെയ്യണം. n² വരുമ്പോൾ 50ൻ്റെ സ്ക്വയർ മൈനസ് n എന്ന് പറയുക 50 × 50 +1. ഇക്വേഷനിൽ 2 പറഞ്ഞത്, ഇക്വേഷനിൽ 1 n × n+1 ആണ്, തെറ്റിപ്പോയതാണ്. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. നോക്കാം. 50ൻ്റെ സ്ക്വയർ 25 ഇട്ടിട്ട് 2 0 മൈനസ് 50 × 51. 50 × 51 എന്ന് പറയുമ്പോൾ 51 × 5 25 25 50. അപ്പോൾ 2500 മൈനസ് 25 50. 2550 നിന്ന് 2500 പോയിട്ടുണ്ടെങ്കിൽ -50 ആൻസർ കിട്ടുന്നു. ഓപ്ഷൻ ബി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അടുത്ത ചോദ്യം, 2, 6, 12, 20, 30 വിട്ടുപോയ സംഖ്യ ഏത്? ഇവിടെ നമുക്ക് വ്യത്യാസം കണ്ടുപിടിച്ച് നോക്കാം. 2-ൽ നിന്ന് 6-ലോട്ട് വരാൻ 4ൻ്റെ വ്യത്യാസം, 4-ൽ നിന്നോട്ട് 12-ലോട്ട് വരാൻ 6, 12-ൽ നിന്ന് 20-ലോട്ട് വരാൻ 8 വേണം, 20-ൽ നിന്ന് 30-ലോട്ട് വരാൻ 10. നോക്കി, 4, 6, 8, 10, 12 എണ്ണം. ഇങ്ങനെയാണെങ്കിൽ 30-നോട് 12 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 42. ഓപ്ഷൻ ഡി ആണ്. 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇത് LCMലെ ചോദ്യമാണ്. നോക്കുക, 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ എപ്പോഴും നോട്ട് ചെയ്യുക, ചെറിയ ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ ആണല്ലോ. എപ്പോഴും എന്തെങ്കിലും കോഡ് വേർഡ് ഉണ്ടാവും, ചെറിയ എന്നാണ്. അപ്പോൾ 8, 12, 15ൻ്റെ LCM കാണണം. എന്നിട്ട് ശിഷ്ടം 5 വരുന്നു. അപ്പോൾ LCMനോട് 5 കൂട്ടിയാൽ, LCM എന്ന് പറയുന്നത് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. 8 കൊണ്ടും 12 കൊണ്ടും 15 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് ഇത് 3ൻ്റെയും LCM. ശിഷ്ടം 5 വരണമെങ്കിൽ ആ LCMനോട് 5 കൂട്ടിയാൽ മതി. നമുക്ക് LCM കണ്ടു നോക്കാം. ഘടകക്രിയ ചെയ്യാം. 8, 12, 15 2 വെച്ച് തുടങ്ങുന്നു. ആദ്യത്തെ അഭാജ്യസംഖ്യയായ 2 കൊണ്ട് തുടങ്ങുന്നു. 4, 6, 15ൽ പോകില്ല, 15 എടുത്ത് എഴുതി. വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. 2, 3, 15. ഇനി നമുക്ക് 2 കൊണ്ടോ 3 കൊണ്ടോ ചെയ്യാം. 2 കൊണ്ട് തന്നെ ചെയ്യാം. 1, 3, 15. ഇനി 3ൽ ചെയ്യാം. 3 വരുമ്പോൾ 1, 1, 5 വരുന്നു. ഇവിടെ അടിയിലെല്ലാം പ്രൈം നമ്പേഴ്സായി. നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം. എന്നിട്ട് ഇത് എല്ലാം കൂടി വെർട്ടിക്കലും ഹൊറിസോണ്ടലുമുള്ള എല്ലാ നമ്പറും, കുറുകയും നെടുകയുമുള്ള എല്ലാ നമ്പറും ഗുണിച്ചാൽ മതി. 2 × 2 × 2 8ആയി. 8 × 3 24ആയി. 24 × 5 120ആയി. 120ആണ് LCM. 120നെ 8, 12, 15 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരണമെങ്കിൽ ഞാൻ അതിനോട് 5 കൂട്ടുന്നു. 125. ഓപ്ഷൻ സി ആണ് ആൻസർ. ഈസിയാണ്. എപ്പോഴും LCMും HCFൻ്റെയും ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ടാവും. അത് ക്യാച്ച് ചെയ്തിട്ട് ഡൗട്ട് മാറ്റിയിട്ട് HCF ആണോ LCM ആണോ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. ഇതും നടന്നില്ല, കൺഫ്യൂഷൻ വന്നു. എങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ വെച്ച് ഓരോന്ന് ചെയ്ത് നോക്കാം, കിട്ടുന്നതാണ്. എല്ലാ സംഖ്യകളും എടുത്ത് 8 കൊണ്ടും 12 കൊണ്ടും 15 കൊണ്ടും ഹരിക്കുക. ശിഷ്ടം 5 വരുന്നുണ്ടോ എന്ന് നോക്കാം. അടുത്ത സംഖ്യ എടുക്കുക, ഹരിച്ച് നോക്കുക. ശിഷ്ടം 5 വരും. അങ്ങനെ ഓരോന്നെടുത്ത് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. 91 മീറ്ററും 117 മീറ്ററുമുള്ള നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള
കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളമെത്ര? ഇപ്പം നമ്മൾ LCMൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു, തൊട്ടടുത്ത് തന്നെ HCFൻ്റെ ക്വസ്റ്റ്യൻ വന്നത്. HCFൻ്റെ എങ്ങനെ മനസ്സിലായി? പരമാവധി, മാക്സിമം, ഹയസ്റ്റ് കോമൺ, എല്ലാത്തിലും ഒരു ഹിൻ്റ് ഉണ്ടാവും. അത് ക്യാച്ച് ചെയ്യാൻ നോക്കുക. HCF ആയിരിക്കും. നേരത്തേതിൽ ചെറിയ, മിനിമം, ലീസ്റ്റ്, രസാഗു, ലഘുതമ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് 291 മീറ്റർ, 117 മീറ്റർ. ഈക്വൽ നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കണം. രണ്ടിൻ്റെയും HCF കണ്ടുപിടിക്കാം. ഉസാഗ. ഇവിടെ നിങ്ങൾക്ക് 13ൻ്റെ ടേബിൾ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 13 × 7 ആണ് 91. 117 ആണെങ്കിൽ 17 × 13 അല്ല 13 × 9 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ HCF എന്ന് പറയുന്നത് 13 ആയിരിക്കും. അത് കുറേ പ്രാക്ടീസ് ചെയ്താലേ ഇങ്ങനെ ടേബിളൊക്കെ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഘടക ക്രിയ ചെയ്യും. 99, 117 ഓരോ പ്രൈം നമ്പേഴ്സ് 2 മുതൽ തുടങ്ങുന്ന 2, 3, 5, 7, 11, 13 വരെ ചെയ്യുന്ന ഓരോന്നെടുത്ത് നോക്കുക. 2ൽ പോകില്ല, 2ൽ ഫാക്ടറായി വരില്ല. 3ഉം 2ലും ഫാക്ടറായിട്ട് വരില്ല. 5ഉം വരില്ല, 7ഉം വരില്ല, 11ഉം വരില്ല. അവസാനം നമ്മൾ നോക്കി നമുക്ക് 13 എന്നുള്ളൊരു നമ്പർ കിട്ടും. 13ൽ 7 തവണ, 9 തവണ. 7ലും 9ലും വേറൊരു കോമൺ ഫാക്ടർ വരുന്നില്ല, അവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. എന്നിട്ട് ഈ വെർട്ടിക്കലുള്ള മാത്രം എടുത്താൽ നമുക്ക് HCF എന്ന് പറയുന്നത് 13 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഏതാണ് വലുത് ചെറുത് നോക്കാം. ആദ്യത്തെ 2 ഫ്രാക്ഷൻ എടുക്കാം. 3/5, 5/8. ഏതാണ് വലുതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അടിയിലെ 8നെ 3 കൊണ്ട് ഗുണിക്കുക. 24 ഒരു വട്ടം വരച്ച് എഴുതുക. 5 × 5, അടിയിലെ 5നെ മുകളിലെ 5 കൊണ്ട് ഗുണിക്കുക. 25. ഇവിടെ 25 ആണോ വലുത്, 24 ആണോ വലുത്? 25 ആണ്. നമുക്ക് ചെറുത് ആരോഹണ ക്രമമാണ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ചെറിയ ഫാക്ടർ ചൂസ് ചെയ്തു. ചെറുത് 3/5 ആണ്, അതിനെ ചൂസ് ചെയ്ത് അടുത്ത ഫ്രാക്ഷൻ എടുത്തു. 2/3 കമ്പയർ ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അടിയിലെ 3നെ മുകളിലെ 3 കൊണ്ട് ഗുണിച്ച് 9. 5 × 2 10. ഇതിൽ ചെറുത് 3/5 ആണ്. അപ്പോൾ ഏറ്റവും ചെറുത് 3 ഏറ്റവും ചെറുത് 3/5 ആണ്. ഇനി നമുക്ക് അടുത്ത 2 ഫ്രാക്ഷൻസിൽ ചെറുതും വലുതും നോക്കാം. 5/8ഉം 2/3ഉം. അടിയിലെ 3 കൊണ്ട് മുകളിലെ 5നെ ഗുണിച്ചാൽ 15 വരുന്നു. ഈ അടിയിലെ 8നെ മുകളിലെ 2 കൊണ്ട് ഗുണിച്ചാൽ 16 വരുന്നു. ചെറുത് 15 ആയതുകൊണ്ട് 5/8 വരുന്നു. ഏറ്റവും വലുത് അവശേഷിക്കുന്നത് 2/3. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് നോക്കാം. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 36 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര? ഇവിടെ സമചതുരം 4 വശങ്ങളും തുല്യമായ രൂപമാണ് സമചതുരം. എ എന്ന് വെക്കുക. 4 വശങ്ങളും എ ആണെങ്കിൽ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ് 4 വശങ്ങളും കൂട്ടിയാൽ പോലെ 4 തവണ എ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചുറ്റളവ് 4 എന്ന് കിട്ടൂ. 4 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 36. വെട്ടിക്കളയാലോ. 4ന് 4ൻ്റെ പട്ടികയിൽ 1 തവണ, 36 9 തവണ. എ എന്ന് പറയുന്നത് 9. സമചതുരത്തിൻ്റെ ഒരു വശം 9 ആണെന്ന് കിട്ടി. അതിൻ്റെ പരപ്പളവ് എന്താ? നീളം ഇൻറ്റു വീതി എന്ന് പറയാം. ഇവിടെ നീളവും വീതിയും ഒന്നായതുകൊണ്ട് തന്നെ എ ഇൻറ്റു എ എന്ന് പറയാം. ഇവിടെ എ 9 എന്ന് കിട്ടിയാൽ എ എടുത്ത് ഇവിടെ കൊടുക്കാം. 9 × 9, 9ൻ്റെ സ്ക്വയർ 81. ഓപ്ഷൻ എ ആണ് ആൻസർ. ഈസിയാണ്. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. ഒരു പുതിയ കുട്ടി വന്നപ്പോൾ ശരാശരി 13 ആയി. എന്നാൽ പുതിയ കുട്ടിയുടെ വയസ്സ് എത്ര? ഇത് പലപ്പോഴും ചോദിക്കാറുള്ള ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പറയുന്ന പോലെ തന്നെ ചെയ്യുക. 20 കുട്ടികളുടെ എണ്ണം എഴുതുക. ശരാശരി വയസ്സ് നേരെ ഒരു വര വരച്ച് ശരാശരി വയസ്സ് എഴുതുക. 12 ആണെങ്കിൽ ഒരു കുട്ടി ആടായാൽ 21 ആകുന്നു.
+1 ആഡായാൽ പുതിയ ശരാശരി 13. 13 ആകാൻ 12, 13 ആകാൻ 1 കൂടിയിരിക്കുന്നു. ഇങ്ങനെ തന്നിരിക്കുന്ന ഡാറ്റയെ എടുത്ത് എഴുതിയിട്ട് ഈ കോർണറിലുള്ള 20 കൊണ്ട് ഈ 1നെ ഗുണിക്കുക. 20 × 1 നടുക്ക് പ്ലസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ കോർണറിലുള്ള 13നെ ഈ 1 കൊണ്ട് ഗുണിക്കുക. 13 × 1 20ഉം 13ഉം 33 പുതുതായിട്ട് വന്ന ആളുടെ എണ്ണം എന്ന് ശരി, ആളുടെ വയസ്സെന്ന് പറയുന്നത് 33. 33 എന്ന് പറയുമ്പോൾ ടീച്ചറെ ആയിരിക്കാൻ ചിലപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത്. കുട്ടിക്ക് 33 വയസ്സെന്നാണ് പറയുന്നത്. ഇത് ആ മെത്തേഡിൽ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആവറേജ് എന്ന് പറയുന്നത് തുക ബൈ എണ്ണം ആ ഇക്വേഷനിലിട്ടും ചെയ്യാൻ പറ്റും. ചെയ്തു നോക്കാം. ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട്, എണ്ണം തന്നിട്ടുണ്ട്. ആദ്യം തുക, കുട്ടി വരുന്നതിന് മുന്നേ ഉള്ള തുക കാണാനായിട്ട് തുക 1 എന്ന് പറയുന്നത് ആദ്യം 20 കുട്ടികൾ, എണ്ണം ശരാശരി 12, 240. ആദ്യത്തെ തുക. രണ്ടാമത്തെ തുക എന്ന് പറയുന്നത് 13 × 21 കുട്ടികൾ. 13 × 21 ചെയ്ത് നോക്കാം. 3, 6, 21, 273. വ്യത്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ 33 പുതുതായിട്ട് വന്ന കുട്ടിയുടെ വയസ്സ്. ഈ മെത്തേഡ് ഈസി ആയിരിക്കും. ഇത് പഠിച്ചു വെക്കുക. ഒരു വസ്തു 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമായി. എത്ര രൂപയ്ക്ക് വിറ്റാൽ 20% ലാഭം കിട്ടും? ഒരു സാധനം 100 രൂപയ്ക്ക് വാങ്ങി 100 രൂപയ്ക്ക് തന്നെ വിറ്റാൽ 0 ലാഭവും നഷ്ടവും 0%. അതേസമയം 100 രൂപയ്ക്ക് വാങ്ങി 110 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ 10% ലാഭം കിട്ടിയെന്ന് പറയാം. അതേസമയം 100ന് വാങ്ങി 90ന് വിറ്റാൽ 10% നഷ്ടം. ഇവിടെ പറയുന്നത് 20% നഷ്ടമായി. അതായത് 100 രൂപയ്ക്ക് വാങ്ങി 80 രൂപയ്ക്ക് വിറ്റാൽ 20% നഷ്ടം. ഇത് മൈൻഡിൽ വെക്കുക. ഇനി നമുക്ക് ചെയ്യാം. വിറ്റപ്പോൾ വിറ്റ വിലയാണ്. വിറ്റ വില എന്ന് പറയുന്നത് 480 എന്ന് തന്നിട്ടുണ്ട്. 20% നഷ്ടത്തിന്, അതായത് 80% വിലയാണ് ഈ 480. 80% എന്ന് പറയുന്നത് 480. 100% എന്ന് പറയുന്നത് MRP ആണ്, അതായത് വാങ്ങിയ വില. എന്നിട്ട് 80%ന് വിറ്റാൽ 20% നഷ്ടം വന്നു. 480ന് വിറ്റു. ഇനി നമുക്ക് ഈ 100% വാങ്ങിയ വില കണ്ടുപിടിക്കാം. വാങ്ങിയ വില കണ്ടുപിടിക്കാൻ രണ്ട് സൈഡിലും 80 വെച്ച് ഹരിച്ചു. അപ്പോൾ ഇവിടെ 1% എന്നായി. 1% എന്ന് പറയുന്നത് 480 × 80. 0 വെട്ടിപ്പോയി. 8ൻ്റെ പട്ടികയിൽ 6 തവണ. 1% 6 100% × 100 ചെയ്താൽ മതി. രണ്ട് സൈഡിലും 600 രൂപയ്ക്കാണ് വാങ്ങിയത്. വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ്. വാങ്ങിയ വില 600. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 20% ലാഭം കിട്ടണം. അതായത് 100%ന് വാങ്ങി 120% കണ്ടുപിടിക്കണം. 120% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100% 60. 1% എത്ര? 1% എന്ന് പറയുന്നത് 6. ഇതിൽ 120% കാണാൻ 120 × 120 ഗുണിച്ചാൽ മതിയല്ലോ. എവിടെയും ചെയ്യുന്നു, ഇവിടെയും ചെയ്യുന്നു. 720. 20% രൂപ ലാഭം കിട്ടണമെങ്കിൽ വിൽക്കേണ്ട തുക ഓപ്ഷൻ എ ആണ്. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മുടെ സ്പീഡ് കൂടിക്കൂടി വരും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് 80% എന്ന് പറയുന്നത് 480 ഇവിടെ വെച്ച് തന്നെ വെട്ടിക്കളയാം. 0 വെട്ടി 8ൻ്റെ പട്ടികയിൽ 8 ഒരു തവണ, 48 6 തവണ. അതായത് 1% എന്ന് പറയുന്നത് 6 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 120%. അപ്പോൾ ഇൻറ്റു 120% എന്ന് പറയുന്നത് 6 × 120 720.
ഇത്രയും സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ മനസ്സിലാക്കുക, പോകെ പോകെ പ്രാക്ടീസ് ചെയ്യുന്തോറും ഈ സ്പീഡ് കൂടും. സ്റ്റെപ്പുകളൊന്നും വേണ്ടാണ്ട് തന്നെ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. 4.32 പ്ലസ് 0.8 പ്ലസ് 12.001 മൈനസ് 5.6. ആദ്യം നമുക്ക് ഈ 3 സംഖ്യകൾ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഇത് കുറക്കാം. 5.6 കുറക്കാം. 4.32 0.8 12 001 ഇത് 3 കൂട്ടിയാൽ 1 2 8 3 11 ശിഷ്ടം 1 6 1 7 17. അതിൽ നിന്ന് കുറക്കുന്നു 5.6 കുറക്കുന്നു. ഇവിടെ ഒന്നുമില്ല, 0 തന്നെയായിരിക്കും. 21 അടിയിലോട്ട് എടുത്തെഴുതി. 1ൽ നിന്ന് 6 പോകില്ല, കടം വാങ്ങി 11 ആകുന്നു. ഇവിടെ 6 ആകുന്നു. 11ൽ നിന്ന് 6 പോയാൽ 5, 6ൽ നിന്ന് 5 പോയാൽ 1 തിരിച്ചെഴുതുന്നു. 11 5 2 1. ഓപ്ഷൻ ബി ആണ് ആൻസർ. 120 മീറ്റർ നീളമുള്ള ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായി കടക്കാൻ സെക്കൻഡിൽ 20 മീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്ര സമയം വേണം? ട്രെയിൻ കടന്നു പോകുന്ന കേസുകൾ 2 രീതിയിൽ ചോദിക്കും. ആദ്യത്തെ ഒരു കേസ് പ്ലാറ്റ്ഫോമിനെയോ ബ്രിഡ്ജിനെയോ, ഒരു ബ്രിഡ്ജും ഉണ്ടാവും പ്ലാറ്റ്ഫോമും ഉണ്ടാവും, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും കടന്നു പോകുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനെ കടന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ കടന്നു പോകുന്നു എന്ന രീതിയിലായിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ ദൂരം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൻ്റെ നീളം, പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്തും ട്രെയിനിൻ്റെ നീളവുമാണ് ടോട്ടൽ ദൂരം എന്ന് പറയുന്നത്. അതേസമയം ഒരാളോ പോസ്റ്റോ ഒക്കെ ആണെങ്കിൽ ഇവരുടെ വീതി എന്ന് പറയുന്നത് 0ആണ്. അതായത് ഇവർക്ക് ലെങ്ത് ഇല്ല, ഇവർക്ക് 0 നീളമാണ്. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാറ്റി മാറ്റി ചോദിക്കാറുണ്ട്. ആദ്യം വ്യത്യാസം മനസ്സിലാക്കിയിട്ട് പ്രോബ്ലം വായിച്ച് നോക്കി ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലാറ്റ്ഫോമാണ്. ഈ കേസല്ല, പ്ലാറ്റ്ഫോമിൻ്റെ കേസാണ്. 160 മീറ്റർ പ്ലാറ്റ്ഫോമിൻ്റെ നീളം. ഇത് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ട്രെയിൻ അപ്രോച്ച് ചെയ്യുന്നു, ട്രെയിൻ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നു. ഈ ഫ്രണ്ട് പോർഷൻ ടച്ച് ആവുന്ന പോയിൻ്റ് മുതൽ ട്രെയിൻ പൂർണ്ണമായി ഇതിനെ ക്രോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പുറകിലെ എൻഡ് പ്ലാറ്റ്ഫോമിൻ്റെ ഈ അറ്റത്ത് വരുമ്പോഴാണ്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയാണ് ടോട്ടൽ സഞ്ചരിച്ച ദൂരം. പ്ലാറ്റ്ഫോമിൻ്റെ നീളം, പ്ലാറ്റ്ഫോമും പിന്നെ ട്രെയിനിൻ്റെ നീളവും, ഇത് രണ്ടുമാണ് കടന്നു പോകാൻ സഞ്ചരിക്കേണ്ടുന്ന ദൂരം. അതാണ് ഇവിടെ പറഞ്ഞത്. ദൂരം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂട്ടിയാൽ മതി. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം എന്ന് പറയുന്നത് 160 ആണ്, ട്രെയിനിൻ്റേത് 120 ആണ്. അപ്പോൾ ടോട്ടൽ ദൂരം എന്ന് പറയുന്നത് 120 പ്ലസ് 160 280 മീറ്ററാണ്. പിന്നെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് സെക്കൻഡിൽ 20 മീറ്റർ. സെക്കൻഡിൽ 20 മീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 മീറ്റർ പെർ സെക്കൻഡ്. ട്രെയിനിൻ്റെ സ്പീഡ് വേഗത എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. ദൂരം 280. നമുക്ക് ബേസിക് ഇക്വേഷൻ അറിയാം. വേഗത, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ദൂരം ബൈ ടൈമാണ്, സമയമാണ്. ഇതിൽ സ്പീഡ് അറിയാം, ഡിസ്റ്റൻസ് അറിയാം. ടൈം കാണാനായിട്ട് ഈ ടൈമിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, സ്പീഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഇവിടെ 280 ഹരണം 20. 0 വെട്ടിപ്പോകുന്നു. 28ൻ്റെ പകുതിയാണ് 14 സെക്കൻഡ്സ് ആണ്
പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ 24, 17 ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 2 + 4 + 1 7 കിട്ടുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ 4 + 5 + 2 എന്ന് പറയുന്നത് 11 കിട്ടുന്നത്. മൂന്നാമത്തേത് 5 + 1 + 1 എന്ന് പറയുന്നത് 7 കിട്ടുന്നുണ്ട്. 3 + 4 + 2 എന്ന് പറയുന്നത് 9. ഇവിടെ ആദ്യത്തെ 3 കൂട്ടുമ്പോൾ അവസാനത്തെ അക്കം കിട്ടുന്നു. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നു. എ ഓപ്ഷനിലും അത് തന്നെ, ആദ്യത്തെ 3 കൂട്ടിയാൽ നാലാമത്തേത് കിട്ടുന്നു. എന്നാൽ ബി ഓപ്ഷനിൽ അങ്ങനെ പറ്റുന്നില്ല. 11 ആദ്യം കിട്ടുന്നത്, അവസാനം 9. അതുകൊണ്ട് ബി ആണ് ആൻസർ. 65 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ രമേശിൻ്റെ സ്ഥാനം 21 ആണെങ്കിൽ താഴെ നിന്ന് എണ്ണുമ്പോൾ രമേശിൻ്റെ സ്ഥാനം എത്രയായിരിക്കും? ഇവിടെ ടോട്ടൽ വിദ്യാർത്ഥികളുടെ എണ്ണം 65 തന്നിട്ടുണ്ട്. ലൈൻ വരക്കുകയാണെങ്കിൽ 65 പേരിൽ മുന്നിൽ നിന്ന് രമേശിൻ്റെ സ്ഥാനം 21. ഇവിടെ 21ാമത് രമേശ് നിൽക്കുന്നു എങ്കിൽ പിന്നിൽ നിന്നുള്ള പൊസിഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ബേസിക് ഇക്വേഷൻ അറിയാം. ടോട്ടൽ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ പ്ലസ് ബാക്കിൽ നിന്നുള്ള പൊസിഷൻ -1. ഇത് ബേസിക് ഇക്വേഷനാണ്, മസ്റ്റായിട്ട് അറിയണം. ഈ 3 ടേംസിൽ 2 ടേംസ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ടേം ടോട്ടൽ തന്നിട്ടുണ്ട്, ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 65 എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ 21 പ്ലസ് ബാക്കിൽ നിന്നുള്ള അറിയില്ല -1. അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്നത് 21ൽ നിന്ന് 1 പോയാൽ 20, അതങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ 65 - 20 എന്ന് വരുന്നു, 45. ഓപ്ഷൻ എ ആണ് ആൻസർ. കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്നത് ഏത്? കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് 6174. ഇത് 5ാം ക്ലാസ്സിലെ ഗണിതം ബുക്കിലെ ആദ്യത്തെ പാർട്ടിൽ സംഖ്യകൾ എന്ന പോർഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. ഈ ബോക്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാപ്രേക്കർ സംഖ്യ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പഠിച്ചിട്ട് ഓപ്ഷനിൽ ഇത് കണ്ടാൽ നമുക്ക് കൺഫ്യൂഷൻ വരും, മാർക്ക് ചെയ്യരുത്. 61, 74. 8 വർഷം മുന്നേ അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു. 8 വർഷത്തിന് ശേഷം അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങായിരിക്കും എങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ പ്രായം എത്ര? നമുക്ക് ആദ്യം 8 വർഷം മുന്നേ ഉള്ള കേസ് നോക്കാം. അച്ഛൻ്റെ പ്രായം എ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ മകൻ്റെ പ്രായം എം എന്ന് കൊടുക്കുന്നു. അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങ്. ഇത് 8 വർഷം മുന്നെയാണ്. അതിനോട് 8 വർഷം കൂട്ടിയാൽ ഇപ്പോൾ പ്രസൻറ്റിലോട്ടെത്തി. അവിടെ നിന്നും 8 വർഷം കൂട്ടുമ്പോഴുള്ള കാര്യമാണ് അവർ പറയുന്നത്. 8 വർഷത്തിന് ശേഷം അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് മകൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങ് 2m ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരെ എ എന്നും എം എന്നും എഴുതാൻ പറ്റില്ല, കാരണം 16 വർഷത്തെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ 16 വർഷം കഴിയുമ്പോൾ എയുടെ വയസ്സെന്ന് പറയുന്നത് A+16 ആണ്. A+16 എന്ന് പറയുന്നത് മകന് അന്നേരം M+16 ആകുന്നു. M+16ൻ്റെ 2 ഇരട്ടിയാണ്. ഇനി നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. A+16 എന്ന് പറയുന്നത് 2 × 2 അകത്തോട്ട് ഗുണിച്ചാൽ 32ഉം 2m വരുന്നു. ഈ +16നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ -16 ആകുന്നു. എ എന്ന് പറയുന്നത് 2m. 32ൽ നിന്ന് 16 പോയാൽ 16. ഇനി നമുക്ക് ഇവിടെ എ ഒറ്റക്ക് നിൽക്കുന്നുണ്ട്. ആ എയുടെ സ്ഥാനത്ത് ഈ 4m എന്നെടുത്ത് കൊടുക്കാം. അതായത് 4m എന്ന് പറയുന്നത് 2m + 16
2m അങ്ങോട്ട് കൊണ്ടുവന്നാൽ 4m മൈനസ് 2m ആവുന്നു. 16 4mൽ നിന്ന് 2m പോയാൽ ശിഷ്ടം 2m 16. 2ൻ്റെ പട്ടികയിൽ എഴുതണം. 16ൻ്റെ പകുതി 8. m എന്ന് പറയുന്നത് 8. മകൻ്റെ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ 16 കൊല്ലം മുന്നേ ഉള്ള പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? m എന്ന് പറയുന്നത് 8 കിട്ടി. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് 16 വർഷം മുന്നേ അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് 4 × 8 32 ആയിരുന്നു. 16 വർഷം കഴിയുമ്പോൾ 16 കൂടുന്നു, 48 വരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തെറ്റിക്കരുത്. 8 വർഷം മുന്നേ ഉള്ളത് നോക്കി നമ്മൾ, ഇത് നടുക്കാണ് നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. അതിൽ നിന്ന് 8 വർഷം മുന്നേ ഉള്ളത് നോക്കി 8 വർഷം കഴിഞ്ഞിട്ടുള്ളത് നോക്കി, അതാണ് ഇത് രണ്ട്. 32 എന്ന് പറയുന്നത് 8 വർഷം മുന്നേ ഉള്ളതും 48 എന്ന് പറയുന്നത് 8 വർഷത്തിന് ശേഷമുള്ളതുമാണ്. അപ്പോൾ ഈ 48ൽ നിന്ന് 8 ഈ 8 പോയിട്ടുണ്ടെങ്കിൽ 40. ഓപ്ഷൻ സി ആണ് ആൻസർ, അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം. ഇത് ഓപ്ഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ കൺഫ്യൂഷൻ ആവുന്ന പോയിൻ്റ്, ഇപ്പോഴുള്ള അവസ്ഥ ഇത്, 8 വർഷം മുന്നേ ഉള്ളത് -8. അവിടെ എന്ന് പറയുന്നത് 4 ഇരട്ടിയാണ്. മകൻ്റെ പ്രായം ഇതാണ് 4 ആണെങ്കിൽ, 1 ആണെങ്കിൽ അച്ഛൻ്റേത് 4 ആയിരിക്കും. 8 വർഷത്തിന് ശേഷം 8 + 8, ഇവിടെയും +8 ആണെങ്കിൽ ഇവിടെ 2 ഇരട്ടി ആയിരിക്കും. ഇതാണ് കേസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എ എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം, അതായത് ഇതിനുള്ളിലെ അച്ഛൻ്റെ പ്രായം, അച്ഛൻ്റെ ഭാഗം ഇടത് ഭാഗത്താണ്. 16 ആണെങ്കിൽ 16ൽ നിന്ന് 8 പോയാൽ 8. ആ 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 വരുന്നത്. ഈ 2 എന്ന് പറയുന്നത് 4 ഇരട്ടിയാണ്. ഇതിന് ശേഷം നമുക്ക് 8 വർഷം കഴിഞ്ഞിട്ടുള്ളത് നോക്കാം. 16 24 ആകുന്നു. ഇവിടെയാണെങ്കിൽ ഇത് 8 കൂടിയാൽ 10 18 ആകുന്നു. ഈ 18 എന്ന് പറയുന്നത് എത്രയാകണം? 2 ഇരട്ടി ആവണം. 18ൻ്റെ 2 ഇരട്ടിയാണോ? 24 അല്ല. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഇതേപോലെ തന്നെ അടുത്തത് നോക്കാം. ഓപ്ഷൻ ബി 32 ഇട്ട് നോക്കാം. അച്ഛൻ്റെ പ്രായം 32. 8 വർഷം മുന്നേ ആണെങ്കിൽ അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് 24. അപ്പോൾ മകൻ്റെ പ്രായം എന്ന് പറയുന്നത് 4 കൊണ്ട് ഹരിച്ചാൽ 6 ആണ്. 6 ഇത് 4 ഇരട്ടി നമ്മളാക്കി. ഇനി 8 വർഷത്തിന് ശേഷമുള്ളത് നോക്കാം. +8 40 വയസ്സായിരിക്കുന്നു. അപ്പോൾ മകന് 8 ആയാൽ 8 × 14, 14 8 എന്ന് പറയുന്നത് 22. ഈ 22ൻ്റെ എത്ര ഇരട്ടിയാണ്? 2 ഇരട്ടിയാണോ? 40 അല്ല, 44 വരണമായിരുന്നു. അതുകൊണ്ട് ബിയുമല്ല. അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ സി ആണ്, അതാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അതാകാൻ തന്നെ ചാൻസ് ഉള്ളൂ. 40, അച്ഛൻ്റെ പ്രായം 40 എടുത്തിട്ടുണ്ടെങ്കിൽ 8 വർഷം മുന്നേ 32. അതിൻ്റെ 4ൽ 1 മകൻ്റെ പ്രായം. 4ൽ 1 പറയുമ്പോൾ 8 വർഷം -8. 8 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അച്ഛന് 48 വയസ്സ്, മകന് ഇവിടെ വരുമ്പോൾ 16. വീണ്ടും ഒരു 8 വർഷം കൂടി കൂടുമ്പോൾ 24. ഈ 24 എന്ന് പറയുന്നത് × 24ൻ്റെ ഇരട്ടിയാണ്, 48 ഇരട്ടിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഈ 2 മെത്തേഡ് കൂടാതെ ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്. ഈ എഴുതിയിരിക്കുന്നതൊക്കെ കറക്റ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 8 ഉണ്ടല്ലോ, അതായത് 16 വർഷമാണ് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ ഞാൻ 16 + 16 എന്ന് എഴുതുന്നു. ഇവിടെയും 16 എന്ന് എഴുതുന്നു. 16 വർഷങ്ങളുടെ ഗ്യാപ്പ് 16 എന്ന് എഴുതുന്നു. ഇത് അച്ഛൻ, ഇത് മകൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ബോക്സ് ഇനി വേണ്ട, അതവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ 4നെ 1 കൊണ്ട് ഗുണിച്ച് 2നെയും ക്രോസ് ഗുണിച്ചാൽ കിട്ടുന്നതെന്ന് പറയുന്നത് ഈ 2 × 16,
2 × 16 ഈ 1 × 16 മൈനസ് 1 × 16, അതായത് 4 - 2 എന്ന് പറയുന്നത് 32-ൽ നിന്ന് 16 പോയാൽ 16. 1 എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ 1 ഏതാ? M ആണ്. ഇവിടെ 8 എന്ന് കിട്ടി. ഇത് 8 ആണെങ്കിൽ മകൻ്റെ പ്രായം 8 ആണെങ്കിൽ അച്ഛൻ്റെ പ്രായം 32. 8 വർഷത്തിന് ശേഷം, അതായത് നിലവിൽ 40 വർഷം. നമുക്ക് വേണമെങ്കിൽ കൂട്ടി എല്ലാം കണ്ടുപിടിക്കാം. ഇത് ഷോർട്ട് ട്രിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇതെല്ലാം വൃത്തമായി ബന്ധപ്പെട്ടതാണ്. ആരം എന്ന് പറയുന്നത് റേഡിയസ്, വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ചാപം എന്ന് പറയുന്നത് ആർക്കാണ്, അതായത് വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം. ഞാൻ എന്ന് പറയുന്നത് വൃത്തത്തിലെ 2 ഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇത് വൃത്തം, ടോട്ടൽ വൃത്തം. ഇവിടെ ബാക്കിയെല്ലാം വൃത്തത്തിൻ്റെ ഭാഗങ്ങളും. ഡി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ കംപ്ലീറ്റ് വൃത്തമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡിയെ നമുക്ക് ഇതിൽ നിന്ന് കൂട്ടത്തിൽപ്പെടാത്തതായിട്ട് എടുക്കാം. വില കണ്ടെത്തുക. സിംപ്ലിഫിക്കേഷനാണ്. സാവധാനം പയ്യെ ചെയ്യുക. 16 + 8 × 4 - 2 × 3 - 1 ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം, പിന്നീട് ഹരണം ഗുണനം, അങ്ങനെ പോകണം. 16 + 8 × 4 - 2, ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഇൻറ്റു എന്നാണ് അർത്ഥം. ഇൻറ്റു 3-ൽ നിന്ന് 1 പോയാൽ 2. ഇത് ഹരിക്കണം നമുക്ക്. 16 + 4, 8-നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 മൈനസ് 2 × 2 എന്ന് പറയുമ്പോൾ 4. 16-ഉം 2-ഉം 18. 18-ൽ നിന്ന് 4 പോയാൽ 14 വരുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. സിംപ്ലിഫിക്കേഷൻ വളരെ സാവധാനം ചെയ്യുക, തെറ്റിക്കരുത്. ഈസി ആയിരിക്കും. 1 മാർക്ക് ഉറപ്പിക്കുക. ശരിയായ ക്രമം കണ്ടുപിടിക്കുക. വസ്ത്രം, പരുത്തി, നെയ്ത്ത്, നൂൽ. ഇവിടെ അവസാനം വരുന്നത് വസ്ത്രമാണ്. അവസാനം 1 വരുന്നത് ഇതുമാണ്. ഇത് രണ്ടും നോക്കണ്ട. അപ്പോൾ ബാക്കിയുള്ളത് ആദ്യം പരുത്തി, 2-ൽ ആരംഭിക്കുന്നു. 2-ൽ തന്നെ പരുത്തി, നൂല്. 2, 4 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. പക്ഷി ആകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ മത്സ്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്. ശ്രേണി പൂരിപ്പിക്കുക. 140, 68, 32, 14. ഇതാദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കുറഞ്ഞു വരുന്ന സീരീസാണ്. അപ്പോൾ നോക്കുക. 140, 68, 32, 14. 140-ൻ്റെ പകുതിയാണോ 68? 140 × 2 എന്ന് പറയുമ്പോൾ 70 വരുന്നുള്ളൂ. പക്ഷേ 68ആണ്. അത് പകുതിയെടുത്ത്, അതായത് ഹരിച്ചിട്ട് 2 കുറയ്ക്കുന്നു. അതേപോലെ തന്നെ 68-ൻ്റെ പകുതിയല്ല. 68-ൻ്റെ പകുതി എന്ന് പറയുന്നത് 64ആണ്. 34ആണ്. 34-ൽ നിന്ന് 2 കുറച്ചിരിക്കുന്നു. 32 ഹരിച്ചിട്ട് 2 കുറയ്ക്കുന്നു. അതേപോലെ തന്നെ 32-ൻ്റെ പകുതി എന്ന് പറയുന്നത് 16. 16-ൽ നിന്ന് 2 കുറച്ചാൽ 14 എങ്കിൽ ഈ 14-നെ 2 കൊണ്ട് ഹരിച്ചാൽ 7 കിട്ടുന്നു. ആ 7-ൽ നിന്ന് 2 കുറച്ചാൽ 5. വിട്ടുപോയത് 5 ആണ്. ഓപ്ഷൻ ബി. ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരക്കാം? ആദ്യം സമഭുജ ത്രികോണം എന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഒരു സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും എ ആയതാണ് സമഭുജ ത്രികോണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. പിന്നെ അതിലെ ഓരോ കോണളവെന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി. ഇവിടെ നമ്മളൊരു വൃത്തത്തിനകത്ത് ഒരു സമഭുജ ത്രികോണം, അതായത് ക്ലോക്ക് എന്ന് പറയുമ്പോൾ ക്ലോക്കിനകത്ത് സമഭുജ ത്രികോണം വരക്കുകയാണെങ്കിൽ എല്ലാ ആംഗിളും നമുക്ക് 60 ആണെന്നറിയാം. ഇതും 60, ഇതും 60. ഈ വൃത്തത്തിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ 2 കോർണറിലോട്ടും നമ്മൾ വരക്കുന്ന ലൈനുകൾ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 120 ആയിരിക്കും. ആ 120-ൻ്റെ പകുതിയാണ് പുറകിൽ വരുന്ന 60.
ഈ രണ്ട് മൂലകളെടുത്ത് വരച്ചാലും അതേ ഇത് കാണാം. ഇവിടെ 120 വരും, അതിൻ്റെ പുറകിൽ 60 വരുന്നു. ഇവിടെയും അത് തന്നെ 120 വരുന്നു, അതിൻ്റെ പുറകിൽ 60 വരുന്നു. ഇത് ഒരു തിയറമാണ്. എപ്പോഴും ഈ 120ൻ്റെ പകുതിയായിരിക്കും 60 വരിക. നമ്മൾ വൃത്താകൃതിയിലുള്ള ഒരു ക്ലോക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ആംഗിൾ 120 വരണം. അപ്പോൾ നമുക്ക് 12 ഇതാണ്, അടുത്ത 120. രണ്ട് ആംഗിൾ, ഒന്നിനും 12നും ഇടയിൽ 30 ഡിഗ്രിയാണ്. പിന്നെ 60 ആകുന്നു. 2-ലെത്തുമ്പോൾ, 3-ലെത്തുമ്പോൾ 90, 4-ലെത്തുമ്പോഴാണ് 120. അപ്പോൾ 12 4-ലോട്ട് ജോയിൻ ചെയ്തു. പിന്നെ 120 നോക്കുക, 30ആയി, 60ആയി, 90ആയി, 120. 8-ലെത്തുമ്പോൾ 120 ആകുന്നു. ഇനി നമുക്ക് 12 വെട്ടും കൂടിയും ജോയിൻ ചെയ്യാം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളായി. ഇനി നമുക്ക് 1-ൽ തുടങ്ങാം. 1-ൽ തുടങ്ങി 120 ആകുന്നത് 1-ൽ ഇവിടെ പോയിൻ്റ് എടുത്താൽ 30ആയി, 60ആയി, 90ആയി, 5-ലാണ്. 5 ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നെ 120 ആണെങ്കിൽ 30, 60, 90, 120, 9 ജോയിൻ ചെയ്തു. ഇനി 9ഉം 1ഉം ചോദിച്ചാൽ ഒരു സമഭുജ ത്രികോണം. അതേപോലെ തന്നെ 2 ആണെങ്കിൽ ഇവിടെ 5 ആണല്ലോ, അപ്പോൾ 2-ൽ നിന്ന് 6-ലോട്ട് പോകുന്നു. 6-ൽ നിന്ന് ഇവിടെ 9 ആയിരുന്നു, നമ്മൾ 10-ലോട്ട് പോകണം. പിന്നെ 10ഉം 2ഉം ജോയിൻ ചെയ്യുന്നു, വേറൊരു സമഭുജ ത്രികോണം കിട്ടി. ഇനി നമ്മൾ 3-ൽ തുടങ്ങുന്നു. 3-ൽ തുടങ്ങിയാൽ ഇവിടെ 6 ആയിരുന്നു, അതുകൊണ്ട് 7-ലോട്ട്. 3-ൽ നിന്ന് 7-ലോട്ട്, 10-ലോട്ട് നമ്മൾ പോയതാണ്. ഇനിയപ്പോൾ 11-ലോട്ട് പോകണം. പിന്നെ 11-ൽ നിന്ന് 3-ലോട്ട് തിരിച്ചു വരുന്നു. ഒരു സമഭുജ ത്രികോണമായി. ഇനി നമ്മൾ 4-ലോട്ട് അടുത്തത് വരക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം വരച്ച അത് തന്നെയാണ് കിട്ടുന്നത്. 4, 8, 12. അപ്പോൾ ഇത് കൗണ്ട് ചെയ്യേണ്ട. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര എണ്ണം വരക്കാം എന്നാണ്. 4 സമഭുജ ത്രികോണങ്ങൾ വരക്കാൻ പറ്റും. ഓപ്ഷൻ എ ആണ് ആൻസർ. താങ്ക് യു.